നമ്മളിന്നൊരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എഗ്ഗിൻ്റെ കറിയാണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ സവാളയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ശകല ഉപ്പ് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും ഗാർലിക്കും ഒന്നും ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ നിറമൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കയ്യിലുള്ളതെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവുള്ളതാണെങ്കിൽ എരിവനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി റെഡ് ചില്ലി ആണെങ്കിൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും. ഇപ്പം മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി 2 ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമ്മളിത് പേസ്റ്റാക്കി എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ടൊമാറ്റോ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ടൊമാറ്റോയുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ഈ ടൊമാറ്റോയുടെ പേസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ നേരത്തെ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ മസാല പൊടിയൊക്കെ കരിഞ്ഞു പോകുന്നതാണ്. നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയിൽ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരും, നന്നായിട്ട് വെന്ത് വരും. അതിനുവേണ്ടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി ഇട്ടിരുന്നതാണ്. ഒരു ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 നട്ട്സാണ് അത് നമ്മളിത് കുതിരാൻ വേണ്ടി ഇട്ടിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ആ പേസ്റ്റ് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്ത ആ നട്ട്സിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നട്ട്സിൻ്റെ പേസ്റ്റ് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്രേവി നല്ല തിക്കായി വരും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായി വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ആ സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത എഗ്ഗാണ് ഇട്ട് കൊടുക്കാനുള്ളത്. നമുക്കതിൻ്റെ ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എഗ്ഗാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളതിൻ്റെ ഒന്ന് നടുക്കൂടെ ഒന്ന് വരഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നീളത്തിലാണ് കട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എഗ്ഗിന് ഉള്ളിലും നല്ല മസാലയൊക്കെ പിടിച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ 4 എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു 8 എഗ്ഗിൻ്റെ ഗ്രേവിയാണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ എഗ്ഗ് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മെമ്പേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 എഗ്ഗ് ചേർത്ത് കൊടുത്തത്.
നിങ്ങൾക്ക് കൂടുതൽ ടൈം കഴിക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്രീൻ ചില്ലി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ഒന്ന് ഫ്രഷ് ആയിട്ടുള്ളത് രണ്ടായിട്ട് മുറിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കൊറിയൻഡർ ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, കൊടുത്തില്ല എന്ന് പറഞ്ഞും കുഴപ്പമൊന്നുമില്ല. ഇനി ഇന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറിയൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും ദൂരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. എഗ്ഗിൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.